ഹലോ, എല്ലാവരുടെ ഈസ്റ്ററൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത്തവണത്തെ എൻ്റെ പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്ററൊക്കെ വേറെ വേറെ വീടുകളിലായിരുന്നു. ശനിയാഴ്ച ഒരു വെഡിങ് ആനിവേഴ്സറി, പിന്നെ ഈസ്റ്ററും കൂടി തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഞാൻ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയതാണ്, കൊച്ചിയിൽ. അവിടെ വെച്ചായിരുന്നു അവിടെ 26ാമത്തെ വെഡിങ് ആനിവേഴ്സറി. 25-ന് ചേട്ടന് നാട്ടിലെത്താൻ പറ്റിയില്ല, അപ്പോൾ 26-ആണ് ഞങ്ങൾ ആഘോഷിച്ചത്. ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് ഫുഡ് എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിച്ച് ചെറിയ രീതിയിലൊരു അടിപൊളിയാക്കി. പിള്ളേരെല്ലാവരും മത്സരിച്ച് മുറിക്കാൻ റെഡിയായിരുന്നു. പക്ഷേ ഇത്തവണത്തെ അവരുടെ കാത്തിരുന്നുള്ള ഒരു കേക്ക് മുറി ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാവരെയും മാറ്റി നിർത്തി ഒരു തരത്തിൽ കേക്ക് മുറിച്ചു. എൻ്റെയും സോണിച്ചൻ്റെയും വക ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം ഓരോ സൈഡിൽ കൂടെ ഓരോരുത്തരായിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. തന്നെ കഴിക്കുന്നവർ അങ്ങനെ, വാരി കൊടുക്കേണ്ടവർ വേറൊരു സെക്ഷൻ, പ്രായമായവർ വേറൊരു സെക്ഷൻ, അങ്ങനെ എല്ലാവരും ഓരോരുത്തർ മാറി മാറിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ ശനിയാഴ്ച വൈകിട്ട് 10:30 ആകുമ്പോഴത്തേക്കും പള്ളിയിൽ പരിപാടി തുടങ്ങും. കുറേ വായനകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 12 മണിയാകുമ്പോഴത്തേക്കും ഉയർപ്പ് കാണിക്കത്തക്ക രീതിയിലാണ് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ. ഇതാണ് കേട്ടോ അവരുടെ പള്ളി. നല്ല രസമുണ്ട്. നിറയെ ആൾക്കാരാണ്. 1600 ഇടവക്കാരും കൊണ്ടുണ്ട്. ഈ പള്ളി ഒത്തിരി ചെറുതാണ്. പള്ളിയിൽ എല്ലാവർക്കും ഒന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്തൂടെയാണ് എല്ലാവരും കസേരയൊക്കെ ഇട്ടിരിക്കുന്നത്. ഉയർപ്പും പ്രാർത്ഥനയൊക്കെ കാണാനായിട്ട് പുറത്ത് 2-3 സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലൂടെയാണ് എല്ലാം കാണുന്നത്. ഈ ബൈബിൾ വായിക്കുന്നയാൾ ജാക്സൺ ചേട്ടൻ്റെ ഇളയ ബ്രദറാണ്. അങ്ങനെ വായനകളെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും 12 മണിയായി, ഉയർപ്പിൻ്റെ സമയമായി. ഉയർപ്പും കുർബാനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു പ്രദക്ഷിണമാണ്. പ്രദക്ഷിണം ഇറങ്ങിയപ്പോൾ കറക്റ്റ് 2 മണി ആയി രാവിലെ. വലിയ പള്ളിയിൽ നിന്ന് നേരെ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണമാണ്. അവിടെ മിഷിലിയൻ്റെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് വളരെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് തിരിച്ച് വലിയ പള്ളിയിലേക്ക് തന്നെ പോകും. തിരിച്ച് ചെന്ന് ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി ഈസ്റ്ററിൻ്റെ എല്ലാ ആഘോഷങ്ങളും അവസാനിക്കും.